സഹൃദയരെ, അപ്പോൾ നമ്മുടെ പുതിയ അനാക്കൊണ്ട 2025 പുതിയൊരു അനാക്കൊണ്ടയുടെ ചലച്ചിത്രം വരുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ ഒരു കോമഡി ചലച്ചിത്രമായാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ജാക്ക് ബ്ലാക്കും പൗൾ റൂഡും ഒന്നിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കോമഡിയിൽ യാതൊരുവിധ കുറവുകളും വന്നിട്ടില്ല. ആൻറ്റിമാനും കുംഫു പാണ്ടയുമാണ് കുംഫു പാണ്ടയുമാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ഒരു അനാക്കൊണ്ടയുടെ റീബൂട്ട് ആണ് ഈ ചലച്ചിത്രം. എന്നാൽ ഈ സിനിമയ്ക്കകത്തും അവർ അനാക്കൊണ്ടയുടെ ചിത്രത്തിന് ഒരു റീബൂട്ട് എടുക്കുകയാണ്. അതുമാത്രമല്ല, ഇതിനിടയിൽ അവർ അനാക്കൊണ്ട ചിത്രീകരിക്കാൻ പോകുമ്പോൾ അവിടെയും ഒരു അനാക്കൊണ്ട ചിത്രത്തിൻ്റെ റീബൂട്ട് നടക്കുകയാണ്. അതുമാത്രമല്ല, അപ്പോൾ ശരിക്കും ഒരു അനാക്കൊണ്ട വരുന്നു, അപ്പോൾ അവിടെയും ഒരു അനാക്കൊണ്ട ചിത്രം. ഇത് മൊത്തം ഒരു റീബൂട്ടായിട്ടാണ് വരുന്നത്. സിനിമയ്ക്കകത്ത് വെളിയിലും എല്ലാം അനാക്കൊണ്ടയുടെ റീബൂട്ട് തന്നെ. പക്ഷേ ഇതിൽ അനാക്കൊണ്ടയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പേരിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ കാണിക്കും, അത്ര തന്നെ. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോയി ഇത് കാണരുത്. അതിന് മാത്രം ഒന്നുമില്ല. നമ്മളിത് OTT വരികയാണെങ്കിൽ നമുക്ക് അവിടെ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാം. കോമഡി ആയിട്ട് വേണമെങ്കിൽ ഇത് കാണാം, അത്ര മാത്രമല്ല. അത് ഹൊറായിട്ടൊന്നും ഒന്നുമില്ല, പേടിക്കാനേ ഇതിലൊന്നും ഇല്ല. ഈ സിനിമയ്ക്കുള്ളിൽ അവരൊരു അനാക്കൊണ്ട ചിത്രം റീബൂട്ട് ചെയ്യാൻ വേണ്ടി ആമസോൺ കാടുകളിൽ പോവുകയാണ്. അപ്പോഴാണ് അവരറിയുന്നത് അവരൊരു ചെറിയ അനാക്കൊണ്ടയെ കൊണ്ടാണ് പോകുന്നത്. ആ സംഭവം അത് വഴിയായി, അത് ചത്തുപോയി. അങ്ങനെ വേറെ അനാക്കൊണ്ടയെ പിടിക്കാൻ അവർ പോകുന്നു, അതും ചെറിയൊരു അനാക്കൊണ്ട. അപ്പോൾ ഒരു മുഴുത്ത സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അവിടെയാണ് കഥ ആരംഭിക്കുന്നത്. പക്ഷേ പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് സിനിമ പോകുന്നത്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഞാനും ഇടയ്ക്ക് ആലോചിച്ചത്. എന്താണെന്ന് എനിക്കും കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ കാണുമ്പോൾ ഒരു കോമഡിയിലേക്ക് കണ്ടു പോകും. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. നമ്മുടെ ജാക്ക് ബ്ലാക്ക് മരിച്ച് ആ ട്രെയിലറും കാണിക്കുന്നുണ്ട്. അനാക്കൊണ്ട പിടിച്ചോണ്ട് പോവാം. പോരാ, അവർ വിചാരിക്കും ഓ മൈ ഗോഡ് ജാക്ക് ബ്ലാക്ക് മരിച്ചു. അങ്ങനെ അവർ ജാക്ക് ബ്ലാക്കിൻ്റെ ബെയിറ്റ് ആക്കി വെച്ച് രക്ഷപ്പെടാൻ നോക്കും. ഒരു പന്നീനെയൊക്കെ തലയെ കെട്ടി വെച്ചാണ് അവരിരിക്കുന്നത്. അതൊരു കോമഡി സീനായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ജാക്ക് ബ്ലാക്കിന് ജീവൻ വരും. പുള്ളി മരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അനാക്കൊണ്ട ഇദ്ദേഹത്തിന് ചേസ് ചെയ്യും. ആ ചേസിങ് സീനായിരുന്നു സൂപ്പർ. അതിന് ചിരിച്ചിരിച്ച രൂപമാണ് വന്നു. ഇവരിങ്ങനെ പകുതിയിൽ പോകുമ്പോൾ തലയെ കെട്ടി വെച്ചിട്ട് പന്നിക്ക് ജീവൻ വരും. ഓ, കൊള്ളാതുള്ള ആ ഒരു സീന് മാത്രമേ ഉള്ളൂ. ഉള്ളത് പറയാൻ ആ സീൻ ചിരിച്ചിരിച്ചിട്ട് ഊപ്പാട് ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഒരു നല്ലൊരു കോമഡി സീനായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ വെറുതെ പേരിന് വേണ്ടിയാണ് ഈ സിനിമ എടുത്തെന്ന് തോന്നുന്നു. അതിലെ ക്രിസ്മസിനെ ചുമ്മാ കാണിക്കാനും OTT പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രം അതിന് വേണ്ടിയാണ് ഈ സിനിമ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ല അതിൽ വലിയ കാസ്റ്റൊന്നുമല്ല, ഏകദേശം കുറച്ച് പേർക്ക് സിനിമയിൽ വരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ഈ നല്ലൊരു കാസ്റ്റ് ഉണ്ടായിരുന്നിട്ടും അവർ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഈ രണ്ടുപേരെ കിട്ടിയിട്ടും ശരിയായ രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാൻ ഇനിയും പറ്റിയിട്ടില്ല. നല്ല രീതിയിലൊക്കെ എഴുതിയിരുന്നെങ്കിൽ നല്ലൊരു സിനിമയായി വന്നേനെ. എന്തൊരു ചെയ്യാൻ അവർ എന്തൊക്കെ കാണിച്ച് വെച്ചേക്കണം. എന്തിനാണെന്ന് അവന്മാർക്ക് തന്നെ അറിയണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് കിടക്കാം. മിസ്റ്റർ എന്തൊരു പേരാടാവോ ദൈവം. 3 മാസം മുമ്പ് ഒരു പൂച്ചയുടെ DPയുമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സോ ഇറ്റ്സ് എ റീബൂട്ട് ഓഫ് അനാക്കൊണ്ട. wherein they are making a reboot of Anaconda. Then their reboot of a Anaconda hits a snag and the plot becomes a reboot of Anaconda. Did I get that right? Exactly, Baibo, exactly. ആ കുട്ടി പറഞ്ഞത് കുട്ടിയെ ചെറുക്കനെ ആടപ്പെട്ട ആർക്കറിയാം. തലതെറിച്ചു പറഞ്ഞത് വളരെയധികം ശരിയാണ്, കറക്റ്റാണ്. അതാണ് ഈ സിനിമ മൊത്തം. അതാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഈ സിനിമ. അടുത്തതായി മിസ്റ്റർ വാർ മെഷീൻ 375 3 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നു. ജാക്ക് ബ്ലാക്ക് പ്രിപ്പയർ ഫോർ ട്രബിൾ പൗൾ റൂട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഡബിൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആ 2 ക്യാരക്ടേഴ്സിനെ ഉദ്ദേശിച്ച് വളരെ ശരിയായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവർ 2 പേരെ കിട്ടിയിട്ടും ഇവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സഹൃദയരെ നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. കഴിവതും ഇത് തിയേറ്ററിൽ പോയി കാണാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഉറപ്പായും TVയിലേക്ക് വരുമ്പോൾ കാണാൻ ശ്രമിക്കുക. OTT വരുമ്പോൾ മാത്രം കാണുക. അപ്പോൾ ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കാണില്ല, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കോമഡി ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം, അത്ര മാത്രം. അപ്പോൾ നന്ദി. വീണ്ടും വരാൻ ശ്രമിക്കുക.